ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ഇപ്പോൾ സദാശിവദർശനം എന്ന കൃതിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ 7ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞു. ഇന്ന് 8ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. ഭൂമി അതുപോലെ ദേവലോകത്തിലെ നദിയായ ഗംഗ, പാമ്പ്, കപാലം എല്ലാം അണിഞ്ഞിട്ടുള്ളതായ ഭഗവാന്റെ ജടക്കെട്ട്, ആ ജടക്കെട്ടിന് അഴകു വർദ്ധിപ്പിക്കുന്ന ഒരു മറുകുപോലെ ചന്ദ്രക്കലയും ശോഭിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഭഗവാന്റെ ആലോക സൗന്ദര്യം, അലങ്കൃതമായിരിക്കുന്ന ആ ജടക്കെട്ട്, ഭഗവാൻ എപ്പോഴും നൃത്തം ചെയ്യുന്ന ആളാണ്. എന്നാൽ ആ നൃത്തം ചെയ്യുന്ന ചിലങ്ക, ആ ചിലങ്കയിലെയും ചിലത് ജടക്കെട്ടിൽ അവിടെവിടെയായി കയറിക്കൂടിയിരിക്കുന്നുണ്ട്. അങ്ങനെ മഹായോഗിയായ ഭഗവാനിൽ ദൃശ്യവും ശ്രാവ്യവുമായ സൗന്ദര്യങ്ങളുടെ ഒരു യോഗഭാവമായിട്ട് നമ്മൾക്ക് ജടക്കെട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള അലൗകികമായ സൗന്ദര്യം കണ്ടിട്ട് പൂങ്കുല അത് കണ്ടിട്ട് പൂങ്കുല അത്ഭുതം കൊണ്ട് താനേ വിടർന്നു പോയി. അങ്ങനെ താനേ വിടർന്നു പോയ പൂങ്കുലയും സൗന്ദര്യമാണ്, സുന്ദരമാണ്. അപ്പോൾ ഈ ലോകത്തിലെ സുന്ദര ദൃശ്യങ്ങളിൽ മുഖ്യമായത് ഒന്നാണ് പൂങ്കുല. അപ്പോൾ ആ പൂങ്കുല ഭഗവാനെ കണ്ട് അതിശയിച്ചിട്ടാണ് സുന്ദരമായി വിടർന്നത്. ആ പൂങ്കുലയെ നമസ്കരിക്കാൻ തന്നെ നമ്മൾക്ക് തോന്നിപ്പോകുകയാണ്. ഇങ്ങനെ ഈ ലോകത്തുള്ള സകലതും ഭഗവാനിൽ നിന്നും ഉണ്ടായതും അതിൽ നിന്ന് സൗന്ദര്യമാർജിച്ചതുമാണ്. അവയുടെയെല്ലാം സൗന്ദര്യത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ തന്നെ സൗന്ദര്യമാണ്. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ, ഈ അറിവ് ഉള്ളവർക്ക് മാത്രമേ ഇതെല്ലാം ഈശ്വരനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, എല്ലാം ഈശ്വരാംശമാണ് എന്ന് വിടർന്നു നിൽക്കുന്ന പൂങ്കുലയിൽ അത് കാണാൻ സാധിക്കണം. അതും ഭഗവാന്റെ സൗന്ദര്യമാണ്. അങ്ങനെയുള്ള ഒരു അറിവ് നമ്മൾക്ക് ലഭിക്കണമേ, എല്ലാറ്റിനെയും ഈശ്വരാംശമായി കാണാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടാക്കി തരേണമേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ 7ാം ശ്ലോകത്തിൽ കണ്ടത്. ഇനിയും 8ാമത്തെ ശ്ലോകം. കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റോടങ്ങണഞ്ഞു വിണ്ണിലന്നുമിന്നുമൊന്നിരുന്നു മിന്നിടം മണം കലർന്ന മേനിയേതതിന്നു നീ മലർന്നിടം മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ. അപ്പോൾ കനിഞ്ഞ്, കാരുണ്യത്തോടുകൂടി, ദയയോടുകൂടി, മണ്ണും അപ്പും ഭൂമിയും ജലവും അപ്പുറം കലർന്ന, അപ്പുറത്തേക്കൊന്നു പോയാൽ കാറ്റും അതിനോടൊപ്പം ചേർന്ന് കലർന്നിരിക്കുന്ന ആകാശവുമായിട്ട് എക്കാലത്തും ഒന്നിരുന്നു മിന്നിടും. ഒന്നായ സത്യം പലതായിട്ട് ഭാസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈശ്വരൻ എന്ന സത്യം ഇവിടെ പലതായി ശോഭിക്കുന്നത് പോലെ സുപ്രസിദ്ധവും സദ്ഗുണസമ്പൂർണവുമായ സത്യസ്വരൂപം ഏതാണോ, മണം കലർന്ന മേനിയേത്, അത് ഇന്നു നീ, അതാണ് അത് തന്നെയാണ്, ആ നിത്യവർത്തമാനമായ നീ തന്നെയാണ്. അങ്ങനെയുള്ള നീ തന്നെയാണ് അത്.
പൊട്ടി മലരുമ്പോൾ പ്രകടമായി തീരുന്ന രത്നങ്ങൾക്ക്, അങ്ങനെയുള്ള നീ പൊട്ടി മലർന്ന അമൂല്യമായ ദൃശ്യരൂപങ്ങൾക്ക് അഥവാ സുബ്രഹ്മണ്യ ഭാവങ്ങൾക്ക് അളവോ എണ്ണമോ ഇല്ല. അത് അനന്തമാണ്. സമസ്ത പ്രപഞ്ചത്തെയും ഇത്തരത്തിൽ നിന്റെ പൊട്ടിവിടർന്ന സ്വരൂപമായി കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന തമ്മിൽ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ദുഃഖങ്ങളൊക്കെ വരുന്നത്, ഒരു ദുഃഖം വന്ന് അത് മാറുന്നതിന് മുന്നേ നീ അങ്ങോട്ട് മാറ്, ഞാനും വരുന്നു, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചുകൊണ്ട് ദുഃഖങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നതായ ആ ദുഃഖങ്ങൾക്കൊരു സ്ഥാനമില്ലാതെ വരും. അപ്പോൾ മണം കലർന്ന, അതായത് ജ്യോതിർലിംഗമാണ് നിന്റെ സ്വരൂപം. ജ്യോതിസ് എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി, വായു, ജലം, ആകാശം, ഇതിൻ്റെ എല്ലാം പഞ്ചഭൂതങ്ങളിൽ മധ്യഭാഗത്തായിട്ട് വരുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്. ആകാശവും അതുപോലെ വായുവും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതല്ല, ദൃശ്യമായതല്ല. എന്നാൽ പ്രകടമായിരിക്കുന്നത് ജലവും ഭൂമിയുമാണ്. ഈ പ്രകടമായതിനും അദൃശ്യമായതിനും ഇടയിൽ നിൽക്കുന്ന അഗ്നി പ്രകടമാണ്. അത് പൊട്ടിവിടർന്നുണ്ടായ അമൂല്യമായ ഭാവരൂപങ്ങൾ ഉണ്ടാകുന്നു. ആ ഭാവരൂപങ്ങൾക്ക് തമ്മിൽ പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഈ ദുഃഖങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. എല്ലാം ഇങ്ങനെ ഈശ്വരൻ്റെ സൃഷ്ടങ്ങളാണ്, ഈശ്വരൻ തന്നെയാണ് എല്ലാം. അപ്പോൾ നിശ്ചേഷ്ടനായിരിക്കുന്ന ഭഗവാൻ കാരുണ്യത്തോടുകൂടി സ്വയം തന്നെ പൊട്ടിവിടരുന്നു. അങ്ങനെ പൊട്ടിവിടർന്ന് ഈ ലോകത്തിലെ സകലവുമായി മാറും. പഞ്ചഭൂതങ്ങൾ എല്ലാം തന്നെ ചേർന്ന് കലർന്ന ഈ വിശ്വം, പഞ്ചഭൂതങ്ങൾ ഒന്നിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ജന്മം ഉണ്ടാകുന്നത്. അങ്ങനെ ജ്യോതിസ്, അതിൻ്റെ നടുവിലിരിക്കുന്ന, പഞ്ചഭൂതങ്ങളുടെ നടുക്കുള്ളതാണ് അഗ്നി എന്ന് പറയുന്നത്. അത് അനാദ്യന്തമാണ്. അതൊരു സ്തംഭാകൃതിയിൽ ആദിയും അന്തവും ഇല്ലാതെ നിൽക്കുമ്പോൾ അത് ശിവലിംഗമായി, ജ്യോതിർലിംഗമായി മാറുന്നു. അല്ലേ? ഭഗവാന്റെ രൂപം ഒരു സ്തൂപത്തിൻ്റെ ആകൃതിയിൽ ഒരു അഗ്നിജ്വാലയായി കാണുമ്പോൾ അതിൻ്റെ അന്തവും ആദിയും ഇല്ലാതെയാകുന്നു. അതൊരു സ്തംഭത്തിൻ്റെ ആകൃതിയിൽ നിലകൊള്ളുന്നു. ആ ജ്യോതിർലിംഗ സ്വരൂപം പഞ്ചഭൂതങ്ങളിൽ മറ്റ് 4 ഉണ്ടായിരിക്കുന്നത് ആ സ്വരൂപത്തിൽ, ആ അഗ്നിയിൽ നിന്ന് തന്നെയാണ്. പൃഥ്വിയും ജലവുമൊക്കെ സ്ഥൂലതയുള്ളതാണ്, അത് നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ വായു, ആകാശമൊക്കെ സൂക്ഷ്മമാണ്. ഇതിൻ്റെയൊക്കെ നടുവിലായിട്ട് അഗ്നി നിലകൊള്ളുന്നു. അത് സകലതും ഉണ്ടാക്കുന്നതും അത് തന്നെയാണ്, ആ അഗ്നിയിൽ നിന്നാണ്. ഈ തത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ജ്യോതിർലിംഗത്തിൽ നിന്നും പൃഥ്വിയുണ്ടായെന്നും ജലമുണ്ടായെന്നും ഒക്കെ പറയുന്നത്, ഭാവന ചെയ്യുന്നത്. ഉപരിതനവുമായ ശിവതത്വം അനുപ്രസ്ഥമായി വ്യാകൃതമായി തീർന്നപ്പോൾ പഞ്ചഭൂതങ്ങളായി ഭാവം പകർന്നു എന്നാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളായി ഭാവം പകർന്നിട്ട് പിന്നീട് ഈ പഞ്ചഭൂതങ്ങൾ ഒന്നിക്കുമ്പോഴാണ് അത് ഒന്നായി ഒരു സൃഷ്ടിയായി മാറുന്നത്. ഭൗതിക ദ്രവ്യങ്ങളിൽ അഗ്നിക്ക് അനിർവചനീയമായൊരു സ്ഥാനമുണ്ട്. നമ്മൾ ഭൗതിക പ്രതിഭാസങ്ങളൊക്കെ സയൻസിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ധനം ഘനീഭവിച്ചിരിക്കുന്ന ഊർജമാണ്. ഇന്ധനത്തിൽ ഇങ്ങനെ
സ്റ്റോക്ക് ആയിരിക്കുന്നതായ ഊർജം സ്വതന്ത്രമാകുമ്പോഴാണ് അത് അഗ്നിയായി മാറുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഒരു ദ്രവ്യമേ അല്ലാത്ത ഊർജം എന്ന് പറയുന്നത് ഒരു ദ്രവ്യമല്ല. അപ്പോൾ അതെങ്ങനെ ഘനീഭവിക്കുമ്പോൾ ഒരു മൂർത്തഭാവമാകുന്ന അഗ്നി, കാണാൻ കഴിയുന്ന അഗ്നിയായി ഒരു പ്രതിഭാസത്തിലൂടെ മാറുന്നു എങ്കിൽ ആ ശാസ്ത്ര പഠനത്തിൽ വിഷയമായിട്ട് ഈ അഗ്നിയിൽ നിന്നുണ്ടാകുന്ന ചൂട്, അതിൻ്റെ പ്രകാശം, അതിനെക്കുറിച്ചൊക്കെ ആധുനിക ശാസ്ത്രം വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണങ്ങളും അതുപോലെ മറ്റു ഗുണങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഗുണിയായിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഭൗതികശാസ്ത്രം പഠിക്കുന്നില്ല എന്നാണ്. അതിനെപ്പറ്റി അന്വേഷണങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ആ അഗ്നിയെയാണ് അത്ഭുതങ്ങളിൽ വെച്ചെല്ലാം അത്ഭുതമായ ഈശ്വരനെ സൂചിപ്പിക്കുന്ന പ്രതീകം. അങ്ങനെ അതിലാണ് ഭഗവാൻ, ഋഷിമാർ അങ്ങനെയാണ് ആ അഗ്നിയെ ഭഗവാന്റെ രൂപമായിട്ട്, അഗ്നി തന്നെ ഒന്നിച്ചുണ്ടായതാണ് ഭഗവാനിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു, തൃക്കണ്ണു തുറന്ന് ദഹിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നു തന്നെയായി തീർന്നിരിക്കുന്നതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഭഗവാന്റെ മേനി അഥവാ സ്വരൂപം സുപ്രസിദ്ധമാണ്. സദ്ഗുണ സമ്പൂർണമാണെന്ന് പറയേണ്ടതില്ലല്ലോ ഭഗവാന്റെ ഈ രൂപം. സർവ ഗുണങ്ങളും അതിൽ ഉരുത്തിരിഞ്ഞതാണ്. മണം എന്നാൽ കീർത്തി എന്നുണ്ട്, സദ്ഗുണ സമ്പന്നമായത് എന്നുണ്ട്. സുബ്രഹ്മണ്യ ഭഗവാന്റെ തന്നെ ഒരു പേരായിട്ട് മണി ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചമായി രൂപം പകരുന്നതിന് മറ്റാരുടെയും പ്രേരണയും സഹായവും ആവശ്യമില്ല. ഒരു പൂങ്കുല പൊട്ടി വിടരുന്നത് പോലും ഈ ഭഗവാനെ കണ്ടിട്ടാണെന്നാണ്. ഈ വിശ്വമായി വിരിഞ്ഞു മലരുന്നത്, ജനിക്കുന്നതെല്ലാം തന്നെ നിന്റെ മക്കളാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാന്റെ സന്തതികളായി മാറുമ്പോൾ ഏതെല്ലാം തരത്തിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്നെന്ന് കണക്കുപോലുമില്ല. സകലതും അനന്തമാണ്. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാറ്റിനും അതിൻ്റേതായ ഒരു മൂല്യമുണ്ട്. അതാണ് മണി എന്നുദ്ദേശിക്കുന്നതോടെ. എന്ത് ജന്മം കൊണ്ടാലും അതിനൊരു മണിയുണ്ട്, അതിനൊരു മൂല്യമുണ്ട്, അതിൻ്റേതായ ഒരു വാല്യൂ അല്ലെ, അതിൻ്റേതായ ഒരു മൂല്യം അതിനുണ്ട്. സ്വർണത്തിന് സ്വർണത്തിൻ്റെ മൂല്യമുണ്ട്, മണ്ണിന് മണ്ണിൻ്റെ മൂല്യമുണ്ട്. മണ്ണുകൊണ്ട് ചെയ്യാവുന്നത് സ്വർണം കൊണ്ട് ചെയ്യാവുന്നതല്ല. അപ്പോൾ മണ്ണിന് പ്രത്യേകം അതിൻ്റേതായ മൂല്യമുണ്ട്. സ്വർണം കൊണ്ട് ചെയ്യാവുന്നത് മണ്ണുകൊണ്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇങ്ങനെ ഓമന മകനാണ് ഭഗവാന്റെ സുബ്രഹ്മണ്യനെ മണി എന്ന് വിളിക്കും. ഈ ലോകത്തിലുള്ള സകലതും ഭഗവാന്റെ മക്കളായിരിക്കുമ്പോൾ സകലരും മണിമാരാണ്. അങ്ങനെ ആ മണിമാർക്ക് ഒരു കണക്കില്ല, അളവില്ല. ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും, അത് കാണുന്നവരുടെ കാര്യത്തിൽ സുഖദുഃഖങ്ങൾക്ക് തുല്യസ്ഥാനമേ ഉണ്ടാവൂ. അപ്പോൾ സുഖമേത് ദുഃഖമേത് എന്ന് കാണുന്ന മനുഷ്യൻ ജീവിതത്തെ ദുഃഖമായി കാണുന്നു. അത് സുഖമനുഭവിക്കുന്നവരും അല്ലാത്തവരും ജീവിതത്തെ ദുഃഖമായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ദുഃഖങ്ങൾ തമ്മിലിങ്ങനെ മല്ലിടുകയാണോ എന്ന് നമ്മൾക്ക് തോന്നും. ഇതെന്തൊരു വിധി അല്ലേ, എനിക്ക് ഈ ദുഃഖം മാത്രമേ വരുന്നുള്ളൂ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ തമ്മിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളാണ്. ഇതെല്ലാം ഒരു ശിവലീല മാത്രമാണെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ, വരുന്ന ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ് എന്ന് നമ്മൾ, ഒരു മായയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദുഃഖങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ മുക്തരായിരിക്കും.
അപ്പോൾ എല്ലാറ്റിനും ഈശ്വര ചിന്ത വേണം. ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്നത് എന്നുള്ള ചിന്തയിലൂടെ നമ്മൾക്ക് ജീവിക്കാം എന്നാണ് ഈ 8-ാം ശ്ലോകം കൊണ്ട് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.